പൊന്നാണ്. എന്തൊക്കെ വന്നാലും ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കൂല. ഈ ലോകം ഇനി തല കീഴ്മേൻ പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കൂല. എന്റെ മുത്താണ്. നീ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയല്ലേ? നിനക്ക് ഞാൻ മുത്താണെങ്കിലേ നീ എന്റെ സ്വത്താണ്. സ്വത്താ? അല്ല, മുത്ത്. മുത്താ? അങ്ങോട്ട് മാറി മുതുക്കേ. ഞാൻ നിങ്ങളെ പറ്റിട്ടല്ല പറഞ്ഞത്. ഞാൻ എന്റെ മെഷീനെ, തയ്യൽ മെഷീനെ പറ്റിയാണ് പറഞ്ഞത്. എന്റെ മുത്താണ്, എന്റെ പൊന്നാണ്. എന്തൊക്കെ വന്നാലും ഞാൻ വിട്ടുകൊടുക്കൂല, വിട്ടുകൊടുക്കൂല, വിട്ടുകൊടുക്കൂല. നീ വിട്ടുകൊടുക്കണ്ട. പലിശക്കാരൻ മുരളി ഒന്ന് എടുത്തോണ്ട് പൊക്കോളും. അതിനാര് കാരണക്കാരൻ? ആര് കാരണക്കാരൻ? നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇതിനല്ല കാരണം. നിങ്ങളുടെ ഒടുക്കത്ത ഒരു ചീവീട് കളിയും. ചീവീട് കളിയാ? അല്ല, ചീട്ടുകളി. നീ ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. ഇതെന്തിന്? ഇവിടെ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും പറയുമ്പോ ഒരു മീറ്റർ വേണമെന്ന്. നീ ഇത് വെച്ച് പറഞ്ഞു കേട്ടോ. അതെ, നിങ്ങൾ എന്നെ കൂടുതൽ മീറ്റർ ഒന്നും പഠിപ്പിക്കണ്ട. നിങ്ങൾക്ക് ഈ വീട്ടിനെ പറ്റി എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങൾക്ക് ഈ ചീട്ടുകളി മാത്രമല്ലേ അറിയുള്ളൂ. എടി, എനിക്ക് അത് തന്നെ ശരിക്കും അറിഞ്ഞൂടാ. അതറിയാമെങ്കിൽ എന്റെ പൈസ പോകുമായിരുന്നു. ഒരു രക്ഷയില്ല. ഈ വീട്ടിൽ നിന്ന് ഞാൻ അരി വാങ്ങിക്കാൻ പോണത് ഈ തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ട്, ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോണത് ഈ തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ട്, എന്തിന് നമ്മളെ പിള്ളേര് സ്കൂളിൽ പോണത് ഈ തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ട്. ഇത് തയ്യൽ മെഷീനാണോ ഓട്ടോറിക്ഷയാണോ നിന്റെ പിള്ളേരെ കൊണ്ട് കറങ്ങാൻ? തർക്കുത്തരം. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും സീരിയസ്നെസ് ഉണ്ടോ? സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. മുരളി വന്നു കഴിഞ്ഞാൽ വിഷയാവും. സ്കൂളിൽ പോയ പിള്ളേരെ വിളിച്ചോണ്ട് നമ്മൾ പെട്ടിയും പ്രമാണം എടുത്ത് നമ്മൾ ഇവിടെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് പറയണത്, അങ്ങേര് വന്നാൽ ഈ വീട് കുത്തി തുറന്ന് നമ്മുടെ ഈ മെഷീൻ എടുത്തോണ്ട് പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ പ്രശ്നമില്ല, പ്രശ്നമില്ല, പ്രശ്നമില്ല. പ്രശ്നമുണ്ട്. അയ്യോ, പലിശക്കാരൻ മുരളി. അത് നിങ്ങളെ കൂട്ടുകാരൻ മധുവാടേ. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് വേറെ തയ്യക്കട ഇല്ലാത്തോണ്ടല്ല നിന്റെ ഭാര്യ എടുത്ത് ഞാൻ തയ്ക്കാൻ കൊടുത്തത്. ഷർട്ടിന്റെ തുണി അടിച്ചിട്ട് മിച്ചം വരുന്നെങ്കിൽ നിക്കറടിക്കാൻ പറഞ്ഞു. നിക്കറടിച്ച് ഇങ്ങോട്ട് നോക്ക്. ഈ നിക്കർ ഇട്ടോണ്ട് ബൈക്കിൽ കയറിയപ്പോ ചന്ന പിന്നെ കീറിപ്പോയി നിക്കർ. സമാധാനം പറ. മിച്ചം വന്ന തുണിയല്ലേ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ലോറിയിൽ കയറ്റേണ്ട സാധനം ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് കയറ്റിയാൽ എന്ത് സംഭവിക്കും? എടാ, ഒന്നിൽ അതിന്റെ ആക്സിൽ ഒടിയും, അല്ലെങ്കിൽ അത് മറിയും. അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ല. എടാ, ഓവർലോഡ് കയറിയാൽ എന്ത് വസ്തുവാണെങ്കിലും കീറും. അതൊന്നും എനിക്കറിയണ്ട. എനിക്കിപ്പോ തച്ച് തന്നേ പറ്റൂ. ഇപ്പൊ തയ്ക്കാൻ പറ്റൂല. എടാ, ഇപ്പൊ തയ്ക്കാൻ പറ്റില്ല. പലിശക്കാരൻ മുരളി വന്നിട്ട് ഈ മെഷീൻ എടുത്തോണ്ട് പോകുന്നു. മനസ്സിലായില്ല. എടാ, പലിശക്കാരൻ മുരളിയിൽ നിന്ന് പലിശക്ക് പൈസ എടുത്താണ് ഇവിടെ ഈ മെഷീൻ മേടിച്ചത്. ഇവളോട് പൈസ എടുത്തപ്പോഴേ ഞാൻ ഇവളോട് പറഞ്ഞത് പേടിക്കല്ലേ പേടിക്കല്ലേന്ന്. ഞാൻ കറക്റ്റ് ആയിട്ട് മാസം അങ്ങനെയുള്ള പലിശ ഇങ്ങനെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. ഇങ്ങനെ അത് കൊടുക്കാതെ കൊണ്ടുപോയി ചീട്ട് കളിച്ചിട്ടാണ് ചേട്ടാ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം. പൈസയാണ് വിഷയം. ഉണ്ടാ? അതായത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ മുരളി ഇങ്ങോട്ട് വരൂലേ, പലിശക്കാരനാണല്ലോ. ഇങ്ങോട്ട് വരുമ്പം മുരളി എണ്ണ കുറച്ച് പൈസ തരാൻ ചോദിക്കണം. പുള്ളി പൈസ തരും. അപ്പം നിങ്ങളുടെ പൈസ കടങ്ങ് തീർക്കണം. എടാ, ഓവർലോഡ് മധു. ഒരു കുടുംബം ഇവിടെ പേടിച്ച് നിൽക്കുമ്പോ വന്ന് മണ്ടത്തരം പറയണം. നിങ്ങൾ എന്തിനിങ്ങനെ വഴക്കുണ്ടാക്കണം? നമ്മളെ മെഷീൻ ഇവിടെ വിട്ടു പോവാൻ പറ്റൂല. അതിന് എന്തെങ്കിലും ഒരു വഴിയാണ് ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞത്. ചെയ്യൂന്ന് പറയുന്നത്. എടാ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വഴക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങും. അപ്പൊ ഉടനെ പട്ടികളും തുടങ്ങും. ഒരു പ്രേതാലയത്തിലാണ് ഞാൻ കിടന്നുറങ്ങണം, അറിയാവോ? എന്തെങ്കിലും ഒരു വഴി വേണം. ഒരു പ്രേതാലയത്തിലാണ് ഞാൻ കിടന്നുറങ്ങണത്. ഇത് കൊള്ളാം. ഇത് കയറി പിടിച്ചാലേ ഓവർലോഡ് മധു. നീ നിക്കറൂടാതെ വന്നിട്ട് എന്റെ പെണ്ണുപിള്ള നഗരാ പ്രശ്നം ഞാൻ പറഞ്ഞത് കേൾക്കലേ. കൊച്ചിങ്ങനെ കരഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രേത സംഭവം ഉണ്ടായില്ലേ? ഉണ്ടായി. നമുക്ക് അത് വെച്ചിട്ട് പിടിപിടിക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തയ്യൽ മിഷനിൽ പ്രേതമുണ്ട്. പേടിക്കല്ലേ, പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു മുരളി എന്നെ. എങ്ങനെയുണ്ട്? മുരളി എന്നെ ഇങ്ങോട്ട് കയറി വരുമ്പം നമ്മൾ മൂന്നുപേരോടെ ചേർന്ന് മുരളി എന്നെ പേടിപ്പിക്കുന്നു. പേടിപ്പിക്കണം പറഞ്ഞാൽ എങ്ങനെ പേടിപ്പിക്കണേ? പറഞ്ഞുതരാം. മുരളി എന്നെ ഇങ്ങോട്ട് കയറി വരും. അപ്പൊ നമ്മൾ മൂന്നുപേരോട് നിന്നിട്ട് പേടിപ്പിക്കണം. അയ്യേ, സംഭവം അവന്റെ നമ്മൾ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. എന്നാലും നമ്മളെ വീട്ടിലേട്ടൊക്കെ കയറി വരുമ്പോ പെറു വിടുക എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കുന്ന സംഭവങ്ങളല്ല. ഇതൊക്കെ വരണം. അഥവാ വന്നാ തന്നെ മൂന്നുപേർക്കും കൂടെ ഒരുമിച്ച് വരണോ? എടാ സജീവ, ഞാൻ പറഞ്ഞത് മുരളിയെ നാട്ടിച്ച് വിടാനല്ല, മുരളിയെ ഓട്ടിച്ച് വിടാനാണ്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാ മുരളി ഇങ്ങോട്ട് വരൂലേ, അപ്പൊ നമ്മള്
തും താ കിടതും തും താ കിടതാ ഗർ ഓക്കേ ഗർ ഓക്കേ തും താ തും താ കിടതാ ഒട്ടകത്തെ തട്ടിക്കോ ഒട്ടിയാരെ ഒട്ടിക്കോ ഓ നീ പാട് ബാക്കി എടാ ഇവിടെ വിത്തൗട്ട് നിങ്ങൾ അടി ഉണ്ടാക്കല്ലേ, അടി ഉണ്ടാക്കല്ലേ. ഒരു ഐഡിയ പറയുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരുന്ന മഞ്ഞയുടെ കയറി കളിക്കരുത് ഒരു ഹൊറർ മൂഡ് ഉണ്ടാക്കണമെന്ന് ഓ ഹൊറർ മൂഡ് അത് പറ പിന്നെ. അതായത് ഈ തയ്യൽ മെഷീൻ നീ കയറി ചവിട്ടുമ്പം സാധാരണ തയ്യൽ മെഷീൻ എങ്ങനെ സൗണ്ട് കേൾക്കും കട 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 അതിന് പകരം തയ്യൽ മെഷീൻ നമുക്ക് ഹൊറർ സൗണ്ട് ഉണ്ടാക്കാം. എങ്ങനെ? ഞാൻ മൊബൈലിൽ ഇടാം, നീ കയറി ഇരുന്നാണ് കേക്കോ നീ കയറി ഇടി. ഒരു മൊബൈൽ തരുമോ ആരെങ്കിലും? ചേട്ടൻ്റെ ഇതിൽ ഡിസ്പ്ലേ പൊട്ടിരിക്കുന്നത് 8 കാണാൻ പറ്റുള്ളൂ. ഇത് ഹൊററിന് അടിച്ച മിററിനെ വരുള്ളൂ. അതാണ് എന്റെ പ്രശ്നം. അത് എന്റെ മൊബൈൽ നെറ്റില്ല. തൽക്കാലം ഇതിലിടാം. ഇട്. നീ ഇരുന്ന് ചവിട്ടണം. ഞാവട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട് നിന്റെ മൊബൈല് ചവിട്ടട്ടാ എടി സൗണ്ട് കേക്കലടി എടി വായിക്കാണ് എങ്ങനെയുണ്ട്? ഇത് പൊളിയളിയാ ഇത് പൊളി ഐഡിയ കൊള്ളാം ചേട്ടാ. ഈ ഓവർലോഡ് മധുവിന്റെ ബുദ്ധി കൊള്ളാം. അതായത് മുരളി വരുന്നു, ഞാൻ ഇതിൽ ഇടുന്നു, അപ്പൊ പേടിക്കുന്നു, ഓടുന്നു പിന്നെ പൈസക്ക് അവൻ ഇങ്ങോട്ട് വരൂല. അപ്പൊ ഇതിനിടയിൽ ഇവളെ ദേഹത്ത് ബാധ കയറുന്ന പറഞ്ഞ് ഇവളൊരു പെർഫോമൻസ് വേണം. ഞാൻ പ്രേതമാവണം. നീ പ്രാതാവണം. അയാൾ വന്നു കഴിയും. അയാൾ വന്നു കഴിയുമ്പോ ശരി, അപ്പൊ എന്നാ ഞാൻ പോവാ. ഞാൻ പോയി ഒരുങ്ങിട്ട് വരാം. അതെ ഒരുങ്ങി കൈന്നിട്ട് കളിച്ചോണേ. ഓ വാക്കിന് വ്യവസ്ഥ വേണം. ഒന്നെങ്കിൽ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ള മര്യാദയെങ്കിലും നീ കാണിക്കണം. എന്നോട് കാശും മേടിച്ചിട്ട് നീ അപ്പപ്പ കളിക്കുന്നല്ലേ? ഇന്ന് സാധനം ഞാൻ എടുത്തോണ്ട് പോകും, കാശ് തന്നിട്ടുണ്ടെങ്കിൽ എടുക്കണ എന്നെ എടുക്കും. എന്നെ എടുക്കാനാണ് നിർത്തിക്ക് നിർത്തിക്ക്. എടാ എന്നെ എടുക്കാനാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാൽ പോരായിരുന്നു. എടാ മെഷീൻ എടുക്കുന്ന കാര്യം പറഞ്ഞത്. പോയി നിങ്ങൾ വേണ്ട പോയി ഒറ്റയ്ക്ക് കയറി ചെല്ലാം. ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന എന്റെ ഞാൻ മെഷീൻ എടുക്കാം. മുരളി അണ്ണ പറയുന്നത് കേൾക്കണം. അണ്ണൻ മെഷീൻ എടുക്കണം. ദയവേത് അണ്ണൻ ഈ മെഷീൻ എടുത്തോണ്ട് പോണം. എന്റെ കുടുംബത്തിലേക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ അണ്ണൻ ഈ മെഷീൻ എടുത്തോണ്ട് പോണം. എഴുന്നേറ്റ് നീ എഴുന്നേറ്റ്. എടുത്ത് ഇങ്ങനല്ല, ക്രിപ്റ്റനായിട്ട് ഇങ്ങനല്ല. ഞാനിത് മെഷീൻ എടുക്കുന്നു എന്ന് പറയുമ്പോ അണ്ണാ എടുക്കല്ല എന്ന് പറഞ്ഞ് കാലുകളോട്ട് വീഴണം. എങ്കിലും എനിക്ക് പ്ലേ ചെയ്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. എന്തോന്ന് അല്ലെങ്കിൽ എന്റെ എൻട്രി ചീറ്റി പോകും. ഞാൻ പറയാം, ഉള്ള കാര്യം പറയാല്ല. ഈ തയ്യൽ മെഷീനിൽ പ്രേതബാധ ഉണ്ട്. പ്രേതമോ? ഈ തയ്യൽ മെഷീനിൽ പ്രേതമുണ്ട്. ആ ഭൂതമുണ്ട്. എടാ ചുമ്മാ ഇരുമ്പലൊന്നും കയറത്തില്ല. ഞാൻ എന്റെ ചെറുപ്പത്തില് ഈ പേടിച്ച് കരയുമ്പോ എന്റെ അമ്മ പിച്ചാത്ത് കൊണ്ട് തലമുടക്കേടി കൊണ്ട് വെക്കും. അപ്പൊ ഈ പ്രേതം അടുക്കത്തില്ലെന്നാ പറയുന്നത്. അങ്ങനെയുള്ളപ്പോ ഇത്രയും വലിയ ഇരുമ്പിനകത്ത് എങ്ങനെ പ്രേതം വന്ന് കയറും? എന്റെ കൂടായ്പോണ്ട എനിക്ക് തുരുമ്പ് പ്രേതം. എന്റെ കൂട്ടാപ്പ് കളിക്കല. നിങ്ങൾക്ക് വിശ്വാസം പറഞ്ഞില്ലല്ലേ? വരുന്നില്ല. ഒരു ദിവസം 6 മണിക്ക് ഞാൻ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഈ മിഷൻ തന്നെ ഇരുന്ന് തയ്ക്കുന്നു. അത്യാവശ്യം നൂലുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. തുണികൾ കിടന്ന് പറക്കുന്നു. തുണികൾ ഇങ്ങനെ വെട്ടി പറക്കുന്നു. ചുവന്ന നൂല് പച്ചയാവുന്നു, പച്ച നൂല് വെള്ളയാകുന്നു. തുണികൾ ഇങ്ങനെ നൂല് വീണ്ടും എഴഞ്ഞു പോകുന്നു. എല്ലാവരും പാവാട തയ്ക്കുന്നു, സാരി കൊടുക്കുന്നു, ബ്ലൗസ് തയ്ക്കുന്നു. ഇങ്ങനെ പോയിട്ട് ഓവർലോഡ് അവിടെ നില്ലടാ. തലയും കറങ്ങുന്ന ആശുപത്രിക്ക് പോകണം. ബാക്കി പറ. അതിന് പോണം. ബാക്കി പറ. അവിടെ പ്രേതമുണ്ട്. ഞാനല്ല മുരളിയാണ്, അങ്ങോട്ട് നില്ലാണ്ട. അതാണ് മുരളിയുടെ പ്രേതമുണ്ട്. താടിയല്ല 10 എന്തെങ്കിലും മുരളിയാണ്. 10 നിന്റെ തല ഇറങ്ങണോണ്ടാണ് നീ ഇവിടെ മുണ്ടാൻ. ഒന്നും വേണ്ട, എനിക്ക് മിഷൻ വേണം. മുരളി അണ്ണ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. എനിക്ക് കാശ് അടവേ അല്ലെങ്കിൽ മിഷൻ അടവേ. സാധാരണ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോ ഏത് ശബ്ദമാണ് കേൾക്കുന്നത്? ഇതാ കേൾക്കുന്ന കട 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 കട. പക്ഷെ ഈ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോ കൊലച്ചിരിയാണ്, കൊലച്ചിരി. കൊലച്ചിരി ഞങ്ങളോട് കിടുകിടുകിടുകിടാ കറിയുന്നത്. സംശയം ഒന്നും പറയണ്ട. സൗണ്ട് കേൾക്കണം. എടാ ഓവർലോഡ് സൗണ്ട് കേൾക്കണം. വിളിക്കല്ലേ. ഇത് ഞാൻ ചവിട്ടുമ്പോ കൊലച്ചിരി കേൾക്കും, കൊലച്ചിരി. കേക്കട്ടെ. 1 2 3 സ്റ്റാർട്ട്. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ. എടാ കൂടായ്പ കൊണ്ട് ഇങ്ങോട്ട് വരില്ല കേട്ടോ. പറഞ്ഞു കേട്ടോ. പ്രേതം ഉറങ്ങുമായിരുന്നു, ഉണർത്തി. റെഡി 1 2 3 സ്റ്റാർട്ട്. കൃഷിക്ക് പറ്റിയ എൻട്രി. ഗൂഗിൾ പ്ലീസ് ഹൊറർ ചിരി. ഒന്നിപ്പഴച്ചാ 3 മൂന്നാമത്തെ ഇത് ശരിയാവേ നോക്കിയോ. റെഡി 1 2
3 സ്റ്റാർട്ട്. അതാ ഓളിപ്പിള്ളി ആരാണ് വന്നതാ? ഓളിപ്പിള്ളി അടിക്കുന്നത് അല്ല ഞാനേ അടിച്ചപ്പോ ടിറ്റിക്ക് വന്നു. എന്റെ സജീവ കാശ് തല്ലെങ്കിൽ മിഷയം കൊണ്ടുപോയി ഞാൻ. വിഷയം കൊണ്ടുപോകാൻ പറ്റൂല. ഉഷേ പൊളിഞ്ഞിരിക്കോ, നീ ഇറങ്ങിക്കോ. തയ്യൽ മെഷീനിൽ തൊട്ടാ യക്ഷി വരും. പിന്നെ ഉച്ചി വരും. തുരുമ്പക്ഷി വരും. ഈ പണി നോക്കണം അപ്പേ. എന്റെ ഇത് കാശ് മേടിച്ചിട്ട് ചിരിക്കുന്നത് യക്ഷി ആശ ചേപ്പാനും പൈസ എടുക്കടി. നീയേ മിഷീൻ ഞാൻ കൊണ്ടുപോകും. അതങ്ങനെയല്ല കാണിച്ചാലോ കാണിച്ചാൽ മുക്കാലയല്ല അതങ്ങനല്ല. കാലെടുത്ത് കൈ ആദ്യം ഇങ്ങനെ വെക്കണം, എന്നിട്ട് എടുത്ത് വെക്കണം. കാല് വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്തെറിയണം. ഇങ്ങനെ എറിഞ്ഞു പോകണം. ഉടായ്പന്റെ ഇടയ്ക്ക് വന്നോ എന്റെ കാശ് മേടിച്ചോണ്ട് ഉടായ്പ കാണിക്കുന്നോ? തൊട്ട് പാരടാ, തൊട്ട് പാരടാ, തൊട്ട് പാരടാ, തൊട്ട് ആ കയ്യ വെട്ടി പോട്ടണേ. ഇത് ചെറിയ സംഭവമല്ല, ഇത് നല്ല പെട കിട്ടാഞ്ഞിട്ടുള്ള പരിപാടി. രണ്ടെണ്ണം കൊടുത്താൽ മാറിക്കോളും. കിളിയും പോയില്ലേ, അടി വേണ്ട. അതല്ല മാറ, ഞാൻ മാറ്റിത്തരാം. ഇങ്ങോട്ട് മാറ. കയ്യലെന്തരത്തെ തൊടുകയാണ്. അടിപൊളി, സൂപ്പർ, അടിപൊളി. പറയലാളിയാ, ഇനി മുരളി ഈ പഞ്ചായത്തിൽ വരൂലളിയാ. പലിശ എന്നും പറഞ്ഞ ഈ വീട്ടിൽ കയറില്ല. സൂപ്പർ ഉഷ, നീ കിടക്കി സൂപ്പർ, അടിപൊളി. നീ അറിയാം എന്റെ ചക്കര പെണ്ണ്, അടിപൊളി അടിപൊളി. കയ്യേടാ, ഉഷേ കയ്യേടാ, ഉഷേ കഴിഞ്ഞു. എടി ഉഷേ, யாருடா அந்த உஷ? யாருடா அந்த உஷ? தையல் எந்திரத்தை கைய வச்ச அந்த கைய வெட்டி போட்டுடுவேன். ആര്? நான் தாண்டா, நான் தாண்டா മന്ദാകിനി, കോവിൽപ്പട്ടി മന്ദാകിനി. ഏതോ ഒരു കോവിൽപ്പട്ടിയിൽ ഒരു മന്ദാകിനി വന്ന് എന്റെ വീട്ടിൽ കയറടാ. നിനക്ക് പേടിയില്ലേടാ മധു? ഇത് തങ്കം. അയ്യോ, என்னடா